ഇന്ത്യ പാകിസ്ഥാന്റെ പ്രശ്നം ലോകം അവസാനിക്കുന്നവരെ അവസാനിക്കൂല. എന്താ കാരണം? മതത്തിൻ്റെ പേരിൽ ഒരു സമൂഹത്തെ വിഭജിച്ചു. അതിന് പ്രധാനപ്പെട്ട ഉത്തരവാദികൾ മുസ്ലിം രാഷ്ട്രീയക്കാരാണ്. അതിനവർക്ക് കറ കളയാൻ, അത് ആ കറ കഴുകിക്കളയാൻ മുസ്ലിം രാഷ്ട്രീയക്കാർക്ക് കഴിയൂല. 1000 കൊല്ലം അവർ സംസം വെള്ളത്തിൽ കുളിച്ചാലും ലോകത്തെ ഏറ്റവും വലിയ മാതൃകാപരമായ രാജ്യത്തെ രണ്ടാക്കാൻ വേണ്ടി മുസ്ലിം രാഷ്ട്രീയക്കാർ കൂട്ടുനിന്ന് കൊടുത്തു. ഗാന്ധിജി 946 ഹർജൻ ജേണലിൽ എഴുതിയ ലേഖനാണിത്. അത് ഇസ്ലാമിക ദൃഷ്ട്യാ പാപമാണ്. കാരണം ഇസ്ലാം മനുഷ്യരാശിയുടെ ഐക്യത്തിനും സാഹോദര്യത്തിനും വേണ്ടി നിലനിൽക്കുന്ന ഒരു മതമാണ്, അല്ലാതെ മനുഷ്യരെ മുറിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തപ്പെടേണ്ട ഒരു മതം അല്ല. ഞാൻ ഉറച്ചു വിശ്വസിക്കാൻ സത്യമതം ഇസ്ലാമിനെ പഠിച്ചിട്ടുണ്ട്. ഈ മുസ്ലിങ്ങൾ എന്ന് പറയുന്ന നമ്മൾ ഗാന്ധിജി ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ ഇസ്ലാമിനെ മനസ്സിലാക്കിയില്ല. മുസ്ലിം രാഷ്ട്രീയക്കാർ മനസ്സിലാക്കിയില്ല. പിന്നെ സുഖജീവിതം. ജിന്നാക്ക് പ്രസിഡന്റ് ആവണമെങ്കിൽ ഇന്ത്യ പ്രസിഡന്റ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞ ആളാണ് ഗാന്ധിജി. ജിന്നക്ക് പ്രസിഡന്റ് ആകണമെങ്കിൽ എന്തിനാണ് വേറെ രാഷ്ട്രം ഉണ്ടാക്കുന്നത്? അദ്ദേഹം വലിയൊരു ബാരിസ്റ്ററല്ലേ, വലിയൊരു മഹാനായ പണ്ഡിതനല്ലേ, അദ്ദേഹത്തെ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രസിഡന്റ് ആക്കാലോ. ആര് പറഞ്ഞു? ഗാന്ധിജി പറഞ്ഞു. എന്തിനാണ് വെട്ടിമുറിക്കുന്നത്? എന്നോട് പ്രശ്നം തീരൂല, ഒരിക്കലും പ്രശ്നം തീരൂല. അതൊരു കുരുത്തക്കെടുവാണ്. ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു കുരുത്തക്കെടാണ് ഇന്ത്യ പാക് വിഭജനം. അതിൽ എത്ര ലക്ഷം മനുഷ്യരാണ് മരിച്ചത് എന്നത് കയ്യും കണക്കില്ല. നിയമങ്ങൾ നടപ്പിലാക്കുന്ന കൃത്യമായ നീതിയായിരുന്നു ഗാന്ധിക്ക് ഉണ്ടായിരുന്നത്. ഒരു സംഭവമുണ്ട്. എന്തെന്നാൽ സബർമതി ആശ്രമത്തിൽ താമസിച്ചിരുന്ന കാലത്ത് ഒരു ആ ആശ്രമത്തിൽ നിയമം കസ്തൂർബ ഗാന്ധിക്കെതിരെ പത്രത്തിൽ ലേഖനം എഴുതി. സ്വന്തം ഭാര്യക്കെതിരെ പത്രത്തിൽ ലേഖനം എഴുതുക. ഭർത്താവ് രാജ്യത്തെ 10,000 ലക്ഷങ്ങൾ വായിക്കുന്ന ചരിത്രത്തിൽ വരുന്ന ഒരു ലേഖനം എഴുതുക. അപ്പം ഈ ലേഖനം പുറത്ത് വരിക, പുറത്ത് ലേഖനം എഴുതുക. പുറത്തേക്ക് ആർക്കെതിരെ? ഭാര്യക്കെതിരെ ലേഖനം എഴുതി. എന്താ കാരണം എന്നറിയോ? സബർമതി ആശ്രമത്തിലൊരു നിയമമാണ് എന്ത്? ആരെങ്കിലും ഒരു സമ്മാനം കൊടുത്താൽ അത് ആശ്രമത്തിൻ്റെ കേന്ദ്ര ഓഫീസിൽ ഏൽപ്പിക്കണം. ഗാന്ധിജി ആണെങ്കിലും ആരാണെങ്കിലും. ആ ഗാന്ധിജി മുതൽ ആശ്രമത്തിലെ ഏറ്റവും സാധുവായ ഒരാൾ, താഴേക്കിടയിലുള്ള ഒരാൾ വരെ ഈ നിയമം പാലിക്കണമെന്നാണ്. ആരൊരു സമ്മാനം കൊടുത്താലും ഈ സമ്മാനം ഒരു കാരണവശാലും ഈ നിയമം ഗാന്ധിജി ഉണ്ടാക്കൂലല്ലോ. കാരണം ഏറ്റവും കൂടുതൽ സമ്മാനം കിട്ടില്ലായിരിക്കാം ഗാന്ധിജിക്കനല്ലേ. അപ്പം ആ മനുഷ്യൻ്റെ ഒരു മനസ്സ്, വിശാലമായ മനസ്സ്. അങ്ങനെ ഒരിക്കലും എന്ത് ചെയ്യുന്ന സബർമതി ആശ്രമത്തിൽ കള്ളം കയറിയതോടനുബന്ധിച്ച് പിന്നെ ആരുടേതെങ്കിലും എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള പരിശോധന ഉണ്ടായി. പരിശോധനയിൽ 4 ഉറുപ്പിക പിടികൂടി. ആരെ പിന്നെ പെട്ടിന്ന്? കസ്തൂർബ ഗാന്ധിയുടെ പെട്ടിന്ന് 4 ഉറുപ്പിക പിടികൂടി. അപ്പം 4 ഉറുപ്പിക അവിടെ വരാൻ ഒരു സാധ്യതയില്ല. അപ്പോൾ പിന്നെ ചോദ്യം ചെയ്തപ്പോൾ എന്തോ കഴിഞ്ഞ ദിവസം വന്ന ഒരു സന്ദർശകൻ എന്ത് ചെയ്തതെന്ന് സമ്മാനം കൊടുത്ത 4 ഉറുപ്പിക സമ്മാനം കൊടുത്തതാണ്. ആർക്ക്? കസ്തൂർബക്ക്. അപ്പോൾ കസ്തൂർബ നിയമം തെറ്റിച്ചു. ഈ കാരണം വലിയ പ്രശ്നം ഉണ്ടായി ഗാന്ധിജിക്ക്. ഭയങ്കര പ്രശ്നം, അതിൻ്റെ മേലിൽ ഭയങ്കര പ്രശ്നം. 4 ഉറുപ്പിക, ആകെ 4 ഉറുപ്പിയുടെ പ്രശ്നമാണ്. 929 ആളുകൾ അപരിചിതരായ ആളുകൾ നൽകിയ ഒരു സമ്മാനമാണ്. അത് ഓഫീസിൽ ഏൽപ്പിക്കാതെ തൻ്റെ മുറിയിൽ കസ്തൂർബ ഒളിപ്പിച്ചു വെച്ചു. ഇതിൽ മോഷ്ടാവ് കയറിയതിനെ തുടർന്നുള്ള പരിശോധനയിൽ എന്തേ നഷ്ടപ്പെട്ടെന്ന പരിശോധനയിൽ ഇത് അന്തേവാസികൾ കണ്ടെത്തി. ഗാന്ധിജിക്ക് ഉണ്ടായ കോപത്തിന് കയ്യും കണക്കുമില്ല. ആശ്രമത്തിൻ്റെ നിയമം കസ്തൂർബ ലംഘിച്ചു. അതുകൊണ്ട് കസ്തൂർബയെ പുറത്താക്കണം എന്ന് ഗാന്ധിജി വാശി പിടിച്ചു. നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്, പുറത്താക്കണം എന്ന് പറഞ്ഞു. എൻ്റെ ഭാര്യ ആയതുകൊണ്ട് തെറ്റ് മൂടി വെക്കാൻ പാടില്ല, തെറ്റ് തന്നെയാണ്, പുറത്താക്കണം. അന്ന് നവജീവൻ എന്ന പത്രമാണ് ഗാന്ധിജി സ്ഥിരമായി എഴുതുന്ന പത്രം. ആ പത്രത്തിൽ മൈസോറോ മൈഷയും എന്ന ഹെഡിങ്ങിൽ ഒരു ലേഖനം എഴുതി. എൻ്റെ ദുഃഖവും എൻ്റെ നാണക്കേടും. ലേഖനത്തിൻ്റെ പേര് മനസ്സിലായില്ല. മൈസോറോ മൈഷയും എന്ന പേരിൽ ലേഖനം എഴുതി. എങ്ങിൻ്റെ നവജീവൻ പ്രസിദ്ധീകരണത്തിൽ വാരികയിൽ ലേഖനം എഴുതി ഗാന്ധിജി. അതിൽ കസ്തൂർബയുടെ ഈ പ്രവൃത്തിയെ കഠിനമായി നിശിതമായി വിമർശിച്ചു. മോഷണം അതൊരു തെറ്റാണ്, ഇത് മോഷണമാണ്, ഇത് നടത്തിയത് മോഷണമാണ്, എൻ്റെ ഭാര്യയാണെങ്കിലും നടത്തിയത് മോഷണം തന്നെ എന്ന് പരസ്യമായി ലേഖനം എഴുതി. ആര്? ഗാന്ധിജി. ആശ്രമത്തിലെ നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. അത് കസ്തൂർബക്ക് പ്രത്യേക പരിഗണനയില്ല, എല്ലാവരും ഒരുപോലെയാണ്. സത്യസന്ധതയോടുള്ള വഞ്ചനയാണ് കസ്തൂർബ ഈ കാണിച്ചത്. 100% തെറ്റാണ് എന്ന് അദ്ദേഹം വാദിച്ചു. അതുകൊണ്ട് കസ്തൂർബയെ ആശ്രമത്തിൽ നിന്ന് പുറത്താക്കണം. ആശ്രമത്തിലെ അന്തേവാസികൾ എല്ലാവരും ഗാന്ധിജിയുടെ മുന്നേ നിർബന്ധിച്ചു ആ താല്പര്യത്തിൽ നിന്നും ആ വാശിയിൽ നിന്നും പിന്മാറും. അപ്പോൾ എഴുതി ഒപ്പിട്ടിരുന്നത്. എന്താ എഴുതി ഒപ്പിട്ടിരുന്നത്? ഇനി മേലാൽ ഇങ്ങനത്തെ ഒരു കുറ്റം ചെയ്യില്ല എന്നും പറയണം. ഇങ്ങനത്തെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തുറന്ന് പറയണമെന്നും
കാരണം എന്തെങ്കിലും ചെയ്തു വെച്ചത് ഇനി പിടിക്കപ്പെട്ടാൽ പുറത്താക്കും. മനസ്സിലായില്ല? ഇനി ചെയ്യില്ല എന്ന് മാത്രമല്ല, ഇങ്ങനെ ഏതോ 2, 4, 5 ഉറുപ്പിക ഏതെങ്കിലും കാലത്ത് ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതും ഇപ്പം തുറന്നു പറയണം. എന്നിട്ട് അത് ആശ്രമത്തിൻ്റെ ഔദ്യോഗിക കമ്മിറ്റി അത് തീരുമാനം എടുക്കണം. അവർ ഈ മാപ്പപേക്ഷ സ്വീകരിക്കണം. ഇല്ലെങ്കിൽ കസ്തൂർബ പുറത്തു പോകണം. കസ്തൂർബ ആശ്രമത്തിൽ നിന്ന് പുറത്തായാൽ പോരാ, മൈ ഷെയ്മാണ്, എൻ്റെ നാണക്കേടാണ്, എൻ്റെ ജീവിതത്തിൽ നിന്ന് പുറത്തു പോകണം, ഞാൻ ഭാര്യയെ ഒഴിവാക്കും. എന്തിൻ്റെ പേരിൽ? 4 ഉറുപ്പിക. ഇതാണ് കോൺഗ്രസ്, ഇതാണ് ഗാന്ധിജിയുടെ കോൺഗ്രസ്, അതാണ് അമറിൻ്റെ ഭരണമാണ് എനിക്കിഷ്ടം എന്ന് പറഞ്ഞത്. അന്ന് ഇന്നത്തെ കോൺഗ്രസ്സിലേക്ക്, ഞാൻ മറ്റൊന്ന് പാർട്ടിയെ പറയാത്തത്, കോൺഗ്രസ് ആണല്ലോ ഗാന്ധിജിയുടെ പാർട്ടി, അവിടുന്ന് ഇന്നത്തെ രാഷ്ട്രീയത്തിലേക്കുള്ള ദൂരത്രയാണ്. അതാണ് കോൺഗ്രസ്, അതന്നെയാണ് കോൺഗ്രസ്. മേലിൽ ഇത്തരം ഒരു വീഴ്ച കസ്തൂർബയുടെ ഭാഗത്തു നിന്നുണ്ടായാൽ, അല്ലെങ്കിൽ മുൻകാലത്തിൽ ഒളിപ്പിച്ചു വെച്ച മറ്റെന്തെങ്കിലും തെറ്റുകൾ കണ്ടെത്തുകയാണെങ്കിൽ അപ്പോൾ തന്നെ ഗാന്ധിജിയെയും സമർബന്ധി ആശ്രമത്തെയും എന്നേക്കുമായി ഉപേക്ഷിച്ച് പുറത്തു പോകണം എന്ന് ഗാന്ധിജി സാക്ഷ്യം പിടിച്ചു. കസ്തൂർബ ഈ വ്യവസ്ഥകളെല്ലാം അംഗീകരിച്ച് സാക്ഷ്യപ്പെടുത്തി മാപ്പപേക്ഷ നൽകി. എന്നിട്ടാണ് സബർബന്ധി ആശ്രമത്തിൽ തുടരാൻ സമ്മതിച്ചത്. ഇത് ഗാന്ധിജിയുടെ ജീവിതമാണ്. ഗാന്ധിജിയുടെ ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകത ഈശ്വര ഗോഡ് ഈസ് ട്രൂത്ത്. ഇത് ഗാന്ധിജിയുടെ വാക്ക. ദൈവം എന്നാൽ സത്യമാണ്. ഗോഡ് ഈസ് ട്രൂത്ത്, ദൈവം സത്യമാണ്. യഥാർത്ഥമായ സത്യമായ ദൈവം എന്തോ അതാണ് ഈശ്വരൻ. അതാരാണ് ഈശ്വരൻ? അള്ളാഹ് തേരാന്നാ. നീ ഈശ്വരൻ എന്നെ വിളിച്ചോ, നിന്നെ അള്ളാന്ന് വിളിച്ചോ, ആയിക്കോട്ടെ. നീ യഥാർത്ഥ ദൈവമായ ഒരാളുണ്ട്, അയാളാണ് ഈശ്വരൻ. ഈശ്വര അള്ളാഹ് തേരേ നാം. ആദ്യകാലത്ത് ഗോഡ് ഈസ് ട്രൂത്ത് എന്ന് പറഞ്ഞിരുന്നു. പിന്നീട് ഗാന്ധിജിയുടെ വാക്ക് ട്രൂത്ത് ഈസ് ഗോഡ് എന്നാക്കി. അതായത് സത്യമായ ദൈവമേതോ അതാണ് ദൈവം. അത് ഈശ്വരൻ എന്ന് പറഞ്ഞോളൂ. സത്യമായ ദൈവമുണ്ട്, അതാണ് ദൈവം. ഏകദൈവവിശ്വാസം അതാണ്. അത് ആരാ പേരെന്ത് പറഞ്ഞാലും, ഭഗവാൻ എന്ന് പറയാം, ഈശ്വരൻ എന്ന് പറയാം, അള്ളാഹ് എന്ന് പറയാം, കർത്താവ് എന്ന് എന്ത് പറഞ്ഞോളൂ, പക്ഷെ ഒരു ആളുണ്ട്. ട്രൂത്ത് ഈസ് ഗോഡ്. ഏറ്റവും സത്യം ആരോ, ഏറ്റവും അടിസ്ഥാനപരമായ സത്യമുണ്ട്, അവനാണ് എല്ലാം, അവനാണ് ദൈവം എന്ന് ഗാന്ധിജി വാദിച്ചു. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ലക്ഷക്കണക്കിന് ജനങ്ങൾ നയിക്കാൻ ഗാന്ധിജിക്ക് എത്തി നൽകിയത് ഈ അചഞ്ചലമായ ഈശ്വരവിശ്വാസമാണ്. അത് അപ്പോഴും തൻ്റെ ഉപാസനകളിലും തൻ്റെ ഉപവാസങ്ങളിലും സമരങ്ങളിലും എല്ലാത്തിനും ഗാന്ധിജിയുടെ വാക്കാണ് എന്ത്? ഭക്ഷണമില്ലാതെ എനിക്ക് ദിവസങ്ങളോളം ജീവിക്കാം, എന്നാൽ ദൈവത്തോട് പ്രാർത്ഥിക്കാതെ ഒരു നിമിഷം പോലും എനിക്ക് ജീവിക്കാൻ കഴിയില്ല. പ്രാർത്ഥന എന്നാൽ ദൈവത്തോട് ചോദിക്കലല്ല, ദൈവത്തെ അംഗീകരിക്കലാണ്. ഇതാണ് ഗാന്ധിജിയുടെ വാദം. എന്തല്ല നിങ്ങൾ ഭയങ്കര സത്യം. ഇതൊക്കെ സൂഫികൾക്ക് എത്തുന്നൊരു സംഗതിയാണ്. ദൈവത്തോട് നമുക്ക് ചോദിച്ചു വാങ്ങലല്ല പ്രാർത്ഥന, പകരം ദൈവത്തിന് നീ അംഗീകരിക്കലാണ്. നിന്റെ നിസാരത്വവും ദൈവത്തിൻ്റെ മഹത്വം നീ അംഗീകരിക്കലാണ് പ്രാർത്ഥന. ഇതാണ് ഗാന്ധിജിയുടെ വാദം. അതുകൊണ്ട് നിനക്ക് എരന്ന് വാങ്ങാനുള്ളൊരവസരമായിട്ടല്ല നീ പ്രാർത്ഥനയെ കാണേണ്ടത്. അപ്പം അതുകൊണ്ട് ദൈവസമർപ്പണം, ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസം, നിന്റെ നിസ്സാരത്വത്തിലും ദൈവത്തിൻ്റെ മഹത്വത്തിലുമുള്ള നിന്റെ ദൃഢനിശ്ചയമാണെന്ത്? അതാണ് പ്രാർത്ഥന. അതുകൊണ്ട് എനിക്ക് എന്ത് കഴിയും? ഭക്ഷണമില്ലാതെ ജീവിക്കാൻ കഴിയും, അതേസമയത്ത് ദൈവബോധമില്ലാതെ ഒരു സെക്കൻഡ് ജീവിക്കാൻ കഴിയില്ല. ഇതാണ് പ്രാർത്ഥന. പ്രാർത്ഥിക്കാതെ എനിക്കൊരു സെക്കൻഡ് ജീവിക്കാൻ കഴിയില്ല, ഗാന്ധിജിയുടെ വാദം. ഇത് 20ാം നൂറ്റാണ്ടിൽ മനുഷ്യന് പറയുകയാണ്. ആയുസിൻ്റെ വലിയൊരു ഭാഗം പടവെട്ടിയത് ആരോടാണ്? ഈ ദൈവബോധമില്ലാത്ത ബ്രിട്ടീഷുകാരോട്. എന്നിട്ട് ഈ മനുഷ്യൻ ആ ബോധം നിലനിൽക്കണമെങ്കിൽ ആ മനുഷ്യൻ്റെ തസവുഫ്, ആ മനുഷ്യൻ്റെ ആഴമുള്ള സൂഫി ചിന്ത എത്രയാണ്? യഥാർത്ഥ അഹിംസ എന്തുകൊണ്ടാണ് താങ്കൾ തിരഞ്ഞെടുത്ത്? ഗാന്ധിജിയുടെ മറുപടി എന്താണ്? ഈശ്വര വിശ്വാസം എന്നെ അഹിംസയിലെത്തിച്ചു എന്നാണ് പറഞ്ഞത്. ഈശ്വരൽ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ഒരാൾ ലോകത്ത് ഒന്നിനെയും ഭയപ്പെടേണ്ടി വരില്ലെന്നില്ല ഗാന്ധിജി പ്രസംഗിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു. വാളിൻ്റെ ശക്തിയല്ല, അതേസമയത്ത് മുഹമ്മദ് നബിയുടെ സൽസ്വഭാവമാണ് ഇസ്ലാമിനെ വളർത്തിയതെന്ന് അനവധി തവണ ലേഖനം എഴുതി. വാളിൻ്റെ ശക്തിയാന്ന് പറയരുത്. ഇസ്ലാം മതം ലോകത്ത് എമ്പാടും വ്യാപിച്ചത് ആയുധം കൊണ്ടോ വാളിൻ്റെ ശക്തി കൊണ്ടോ ആണെന്ന പാശ്ചാത്യ ചിന്തകരുടെ വാദത്തിൻ്റെ മുനയൊടിക്കുന്ന അനവധി ലേഖനങ്ങൾ ഗാന്ധിജി എഴുതി.
പ്രവാചകൻ്റെ ഉന്നതമായ സ്വഭാവ മഹിമയാണ് ജനങ്ങളെ ആ മതത്തിലേക്ക് ആകർഷിച്ചതെന്ന് ഇംഗ്ലീഷുകാർക്ക് പാശ്ചാത്യൻ ഓറിയന്റലിസ്റ്റുകൾക്ക് മറുപടിയായി പലപ്പോഴും തൻ്റെ ഗ്രന്ഥങ്ങളിൽ, തൻ്റെ പുസ്തകങ്ങളിൽ, തൻ്റെ വാരികകളിൽ ഗാന്ധിജി എഴുതി. യങ് ഇന്ത്യയിൽ ഗാന്ധിജിയുടെ ലേഖനം ഇസ്ലാമിന് അക്കാലത്തെ ജീവിത വ്യവസ്ഥയിൽ ഒരു സ്ഥാനം നേടിക്കൊടുത്തത് വാളല്ല എന്ന് ഞാൻ എന്നത്തെക്കാളും കൂടുതൽ മനസ്സിലാക്കുന്നു. പ്രവാചകന്റെ കഠിനമായ ലാളിത്യം, പൂർണ്ണമായ ആത്മസമർപ്പണം, വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിലെ കണിശത, തൻ്റെ സുഹൃത്തുക്കളോടും അനുയായികളോടുമുള്ള ആഴമേറിയ സ്നേഹം, ഭക്തി, അചഞ്ചലമായ ധീരത, ദൈവത്തിലും സ്വന്തം ദൗത്യത്തിലുമുള്ള പൂർണ്ണമായ വിശ്വാസം, അതുകൊണ്ടാണ് ഇസ്ലാമിന് ലോകമാകെ വ്യാപിക്കാൻ കഴിഞ്ഞത്, മറ്റെന്തിനേയും മറികടക്കാൻ കഴിഞ്ഞതെന്നും എന്നത്തെക്കാളും ഞാൻ ഇന്ന് ഉറച്ചു വിശ്വസിക്കുന്നു എന്ന് സെപ്റ്റംബർ 23, 1924 ഗാന്ധിജി യങ് ഇന്ത്യയിൽ ലേഖനം എഴുതി. യർവാദ ജയിലിൽ കഴിഞ്ഞിരുന്ന കാലത്ത് ഗാന്ധിജി ഇസ്ലാമിക ചരിത്രവും പ്രവാചകന്റെ ജീവചരിത്രവും വായിച്ചു തീർത്തു. അതിനുശേഷം അദ്ദേഹം എഴുതി, പ്രവാചകന്റെ ജീവിതത്തെക്കുറിച്ചുള്ള പുസ്തകത്തിൻ്റെ 2ാം ഭാഗം വായിച്ചു തീർത്തപ്പോൾ ആ മഹത്തായ ജീവിതത്തെക്കുറിച്ച് കൂടുതൽ വായിക്കാൻ കഴിയാത്തതിൽ എനിക്ക് വിഷമം തോന്നി. വലിയ സാമ്രാജ്യത്തിന് ആത്മീയവും രാഷ്ട്രീയമായ നേതാവായിട്ടും ഗാന്ധിജി നയിച്ച ദരിദ്രമായ ജീവിതശൈലിയെ ആശ്രയിച്ചതിനെക്കുറിച്ച് എവിടെ നിന്നാണ് സ്വാധീനമുണ്ടായത്? പ്രവാചകന്റെ ജീവിതശൈലിയാണ് എന്നെ സ്വാധീനിച്ചത് എന്ന് ഗാന്ധിജി പറഞ്ഞു. ഇങ്ങനെ അനവധി. എന്തുകൊണ്ട് ഈന്തപ്പന ഓലയിലാണ് പ്രവാചകൻ എന്ന മനുഷ്യൻ കിടന്നുറങ്ങിയത്? തനിക്ക് എന്തും ലഭിക്കാനായിട്ടും ദിവസങ്ങളോളം മാസങ്ങളോളം ഭക്ഷണം കഴിക്കാതെയാണ് ആ മനുഷ്യൻ ജീവിച്ചത്. ഏത് ശത്രുവിനെയും ധീരത കൊണ്ടും സഹനം കൊണ്ടുമാണ് ആ മനുഷ്യൻ നേരിട്ടത് എന്നൊക്കെ ഗാന്ധിജി ലോകത്തിന് മുന്നിൽ പഠിപ്പിച്ചു. ലോകത്ത് നീതി ഉറപ്പാക്കിയ ഏറ്റവും വലിയ മഹാനായ നേതാവാണ് മുഹമ്മദ് നബി എന്ന് പലവട്ടം അദ്ദേഹം തൻ്റെ ലേഖനങ്ങളിൽ എഴുതി. മാത്രമല്ല, തൻ്റെ ആശ്രമങ്ങളിൽ പ്രാർത്ഥനായോഗങ്ങളുണ്ട്. പ്രാർത്ഥനായോഗങ്ങളിൽ ഭഗവത്ഗീതയും പിന്നെ ബൈബിളും കൊടുക്കുന്നത് പോലെ പ്രാർത്ഥനാ സമ്മേളനങ്ങളിൽ ഖുർആൻ്റെ വചനങ്ങൾ സർവ്വസാധാരണമാണ്. ഖുർആനില്ലാത്ത ഒരു ആശ്രമ ജീവിതം ഇല്ല. ഖുർആൻ ഓതാൻ വേണ്ടി മാത്രം, സ്ഥിരമായ ഖുർആൻ ഓതാൻ വേണ്ടി ആളെ നിശ്ചയിക്കും. പ്രാർത്ഥനാ യോഗങ്ങളിൽ കൃത്യമായി ഖുർആൻ്റെ പ്രാർത്ഥനകൾ കൊണ്ടുവരും. കാരണം അതെല്ലാം എൻ്റെ മനസ്സിനെ, എൻ്റെ ദൈവവിശ്വാസത്തെ ഊട്ടി ഉറപ്പിച്ചു എന്ന് ഗാന്ധിജി പലവട്ടം പറഞ്ഞു. ഇതൊക്കെ ജീവിതം ഒരു മനുഷ്യന് എന്തൊക്കെയാണ്. പിൽക്കാലത്ത് 1931 ശേഷം ഇന്ത്യയിൽ വലിയ ചർച്ച നടന്നിട്ടുണ്ട് പാകിസ്ഥാനെക്കുറിച്ച്. പാകിസ്ഥാൻ മരണം വരെയും എതിരായിരുന്ന ആളാണ് ആര്? ഗാന്ധിജി. അത് ഉറപ്പ്, യാതൊരു സംശയം വേണ്ട. ഞാൻ അതൊന്നും പറഞ്ഞിട്ട് അതിൻ്റെ ആരും മുറിപ്പെടുത്തുന്നില്ല. കാരണം ആ സത്യം കേൾക്കാൻ ആൾക്കും താല്പര്യമില്ല എന്നതുകൊണ്ടാണ് ഞാനത് പറയാത്തത്. പക്ഷേ എനിക്കൊരു കാര്യം ഉറപ്പിച്ചറിയാം, ഗാന്ധിജിയെപ്പോലെ വിഭജനത്തിനെതിരായ ഒരാളും വേറെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അത്രത്തോളം ഇല്ല. അതുറപ്പാണ്. അങ്ങനെ പറയാനൊരാളില്ല. പലരും ഇതൊക്കെ പറയാൻ ചില ആളുകൾക്ക് ഇഷ്ടമില്ല. ഞാൻ പറയുമ്പോഴത്തിന് എതിരിങ്ങനെ പറയലല്ല എൻ്റെ ഉദ്ദേശം, സത്യം അംഗീകരിക്കലാണ്. മരണം വരെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒപ്പത്തിനൊപ്പം ജീവിക്കുന്ന ഇന്ത്യയെ പോലെ പാവപ്പെട്ട രാജ്യത്തെ വിഭജിക്കുന്നത് അരാജകത്വത്തേക്കാൾ കഷ്ടമാണ്. അതൊരു ജീവനുള്ള ശരീരത്തെ കഷ്ണമായി മുറിക്കുന്നത് പോലെയാണ്. 1940 സെപ്റ്റംബർ 16 ബോംബെയിൽ നടന്ന അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയിൽ ഗാന്ധിജി പ്രസംഗിച്ചു. എന്താ, അന്ന് കൊടുമ്പിരി കൊള്ളുന്ന കാലമാണ് വിഭജനം. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒപ്പത്തിനൊപ്പം ജീവിക്കുന്ന ഇന്ത്യയെ പോലെ പാവപ്പെട്ട രാജ്യത്തെ വിഭജിക്കുന്നത് അരാജകത്വത്തേക്കാൾ കഷ്ടമാണ്. ഇതൊരു ജീവനുള്ള ശരീരത്തെ കഷ്ടമായി മുറിക്കുന്നത് പോലെയാണ്. ഈ കൊലപാതകം ആർക്കും സഹിക്കാനാകില്ല. എൻ്റെ മുസ്ലിം സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ആദ്യം എന്നെ കഷ്ണമായി നിങ്ങളായി മുറിക്കൂ. അതിനുശേഷം ഇന്ത്യ വിഭജിച്ചാൽ മതി. എന്നെ നടുവിൽ മുറിക്കുക, എന്നിട്ട് മതി ഇന്ത്യ വിഭജിക്കൽ. ഗാന്ധിജിയുടെ വാക്കാം. 1940 സെപ്റ്റംബർ 16 ബോംബെയിൽ നടന്ന അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി യോഗത്തിൽ ഇതൊക്കെ ആയിരക്കണക്കായ പുസ്തകങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മരണം വരെ അത് സഹിക്കാത്തൊരു മനുഷ്യൻ ഗാന്ധിജിയാണ്. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഗാന്ധിജി ബോംബെയിലുള്ള മുംബൈയിലുള്ള ജിന്നയുടെ സബർമതി ആശ്രമത്തിൽ നിന്ന് വന്നിട്ട് 1944 സെപ്റ്റംബറിൽ ജിന്നയുടെ വീട്ടിൽ 18 ദിവസം താമസിച്ചിട്ടുണ്ട് ഗാന്ധിജി. ഈ വിഷയം കറങ്ങി ജിന്നയെ ബോധ്യപ്പെടുത്താൻ. ഇന്ത്യ വിഭജിക്കാത്ത മുസ്ലിങ്ങൾക്ക് സ്വയം ഭരണാവകാശമുള്ള ഒരു ഫെഡറൽ സംവിധാനം എന്നതായിരുന്നു ഗാന്ധിജിയുടെ നിർദ്ദേശം. എന്നാൽ ജിന്ന ഇത് നിരസിച്ചു. പല കാരണങ്ങളുണ്ട് അതിനൊക്കെ. ഞാൻ ജിന്നയെ മാത്രം പറയാമെന്നുള്ളത് അല്ല എൻ്റെ ഇഷ്ടം. ജിന്ന അല്ലെങ്കിൽ പാവപ്പെട്ട ആളുകളെ മനസ്സിലാക്കാത്തൊരു നേതാവാണെന്നാണ് എൻ്റെ പക്ഷം. ഞാനത് പറയാം, പിന്നെ പലർക്കും വിഷമം തോന്നും, അതുകൊണ്ട് പറയാത്തതാണ്. അദ്ദേഹം ഒരു വലിയ വരേണ്യവർഗത്തിൽ കുടുംബത്തിൽ ജനിച്ച ആളാണ്. അങ്ങനെയൊക്കെ ആണ് ജിന്ന. അതുകൊണ്ട് ജിന്നയെ സംബന്ധിച്ചാൽ ജിന്നക്ക് ഗാന്ധിജിയുടെ ഭാഷ മനസ്സിലാക്കാൻ കഴിയില്ല.
ഇതെൻ്റെ ക്ഷമയുടെ പരീക്ഷണമായിരുന്നു എന്ന് പിന്നീട് ഗാന്ധിജി പറഞ്ഞു. എൻ്റെ ദൈവം എന്നെ ക്ഷമകൊണ്ട് പരീക്ഷിച്ചതാണ് ഇന്ത്യൻ വിഭജനം. അത് പരിഹരിക്കാൻ എനിക്ക് കഴിഞ്ഞതുമില്ല, ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ എൻ്റെ ക്ഷമയുടെ അവസാനത്തെ ദൈവം പരീക്ഷിച്ചതാണ് ഇന്ത്യൻ വിഭജനം എന്നാണ് അവസാനം ഗാന്ധിജി പറഞ്ഞത്. മൗലാന 1947 മാർച്ച് 31 മൗലാന അബുൽ കലാം ആസാദുമായി നടത്തിയ ഒരു കൂടിക്കാഴ്ചയിൽ വികാരാധീനനായി ഗാന്ധിജി പറഞ്ഞ വാക്ക് കോൺഗ്രസ് ഇന്ത്യൻ വിഭജനം കോൺഗ്രസ് അംഗീകരിക്കുകയാണെങ്കിൽ അത് എൻ്റെ മൃതദേഹത്തിന് മുകളിലൂടെ മാത്രമായിരിക്കുമെന്നാണ്. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഇന്ത്യൻ വിഭജനത്തിന് ഞാൻ സമ്മതിക്കൂല. പക്ഷെ അവസാനം സമ്മതിക്കേണ്ടി വന്നു. അവിടേക്ക് കാര്യങ്ങളെത്തി. ആർക്കും അതിന് പുറകോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുവന്നു. അതൊന്നും ഞാൻ ഇപ്പോൾ പറയുന്നില്ല. അത് കാരണം നേരിട്ട് മനസ്സിലാക്കാൻ ആർക്കും ഇഷ്ടമില്ല. അതാണ് സത്യം. അടിസ്ഥാനപരമായി പറഞ്ഞാൽ ഇന്ത്യൻ വിഭജനത്തിൻ്റെ അടിസ്ഥാന കാരണക്കാർ മുസ്ലിങ്ങൾ തന്നെയാണ് എന്നാണ് എൻ്റെ കണ്ടെത്തൽ. ഞാൻ മനസ്സിലാക്കുന്നത്, എൻ്റെ പഠനം, മുസ്ലിങ്ങൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് ഇന്ത്യൻ വിഭജനത്തിന് വെന്നിക്കൊടി കാട്ടിയത്. അത് എത്ര ഒരു 1000-10,000 കൊല്ലം ഇന്ത്യ മുന്നോട്ട് പോയാലും ആ പാപക്കറയെ കഴുകി കളയാൻ മുസ്ലിം രാഷ്ട്രീയക്കാർക്ക് കഴിയൂല, ഒരിക്കലും കഴിയില്ല. ഇന്ത്യ വിഭജിക്കുന്നതിന് പിന്നിൽ മുസ്ലിം രാഷ്ട്രീയം ചെയ്തതാണ് ദ്രോഹപരമായ കാര്യം. അവർക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ മതത്തിൻ്റെ പേരിൽ ഒരു രാഷ്ട്രത്തെ വിഭജിക്കാമെന്നാൽ അതിനേക്കാളും വലിയ തിന്മ എന്താണ്? മതത്തിൻ്റെ ഒരു രാഷ്ട്രത്തെ വിഭജിക്കൽ എങ്ങനെയാണ്? ആരാണ് ചെയ്തത്? ഏത് നബിയാണ് ചെയ്തത്? ഏത് പുണ്യവാളനാണ് ചെയ്തത്? എല്ലാ മതങ്ങളെയും കൂട്ടിപ്പിടിക്കാനല്ലാതെ അത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഗാന്ധിജി ലേഖനം എഴുതി ഹരിജൻ പത്രത്തിൽ 1946 ഒക്ടോബർ 6 പഠിക്കുക, നിങ്ങൾ പഠിക്കുക. എന്താ വാദം? എന്താ 1946 ഒക്ടോബർ 6 എഴുതി വെക്ക്, ഡേറ്റ് എഴുതി വെക്ക്. എന്നിട്ട് നീ എൻ്റെ ഹരിജൻ ജേണൽ എടുത്ത് പരിശോധിക്കുക. ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ അതിലുണ്ടാവുമല്ലോ. ഹരിജൻ ജേണൽ ലേഖനം എഴുതി 1946 ഒക്ടോബർ 6 ഗാന്ധിജിയുടെ ലേഖനം, ഹരിജൻ ജേണലിൽ ലേഖനം. എന്താ? പാകിസ്ഥാൻ എന്ന വാദം ഇസ്ലാമിക വിരുദ്ധമാണെന്ന് എനിക്ക് പൂർണ്ണമായ ബോധ്യമുണ്ട്. പാകിസ്ഥാൻ വാദം എന്ന വാദം തന്നെ ഇസ്ലാമിക ദൃഷ്ട്യ ഹറാമാണ്, അത് അനിസ്ലാമികമാണ് എന്ന്. കാരണം അതൊരു ഇസ്ലാമിക വിരുദ്ധമായ പാപമാണെന്ന് വിളിക്കാൻ ഞാൻ മടിക്കുന്നില്ല. എന്തുകൊണ്ട്? ഇസ്ലാം മനുഷ്യരാശിയുടെ ഐക്യത്തിനും സാഹോദര്യത്തിനും വേണ്ടി മാത്രമാണ് നിലകൊള്ളുന്നത്, അല്ലാതെ മനുഷ്യ കുടുംബത്തെ ഏകത്വത്തെ തകർക്കാനല്ല ഇസ്ലാം പ്രവർത്തിച്ചിട്ടുള്ളതും നിലനിൽക്കുന്നതും. അതുകൊണ്ട് ഇന്ത്യയെ യുദ്ധം ചെയ്യുന്ന ഗ്രൂപ്പുകളായി വിഭജിക്കാൻ ആഗ്രഹമുള്ളവർ ഇന്ത്യയുടെയും ഇസ്ലാമിൻ്റെയും ഒരുപോലെ ശത്രുക്കളാണ്. സത്യം തന്നെയല്ലേ? ഗാന്ധിജി ആ പറഞ്ഞ എന്നെ നടപ്പിലാക്കി. ഈ അന്ന് മുതൽ ഇന്ന് വരെയും ശത്രു രാജ്യങ്ങളാണ് ആര്? പരസ്പരം പോരടിക്കാൻ നിൽക്കുന്ന 2 ഗ്രൂപ്പുകളാക്കി ഇന്ത്യയെ മാറ്റുക. ഇത് ലോകാവസാനം വരെ അവസാനിക്കില്ല, അത് അവസാനിക്കുകയില്ല. ഇന്ത്യ പാകിസ്ഥാന്റെ പ്രശ്നം ലോകം അവസാനിക്കുന്നവരെ അവസാനിക്കില്ല. എന്താ കാരണം? മതത്തിൻ്റെ പേരിൽ ഒരു സമൂഹത്തെ വിഭജിച്ചു. അതിന് പ്രധാനപ്പെട്ട ഉത്തരവാദികൾ മുസ്ലിം രാഷ്ട്രീയക്കാരാണ്. അതിനവർക്ക് ആ കറ കഴുകി കളയാൻ മുസ്ലിം രാഷ്ട്രീയക്കാർക്ക് കഴിയൂല. 1000 കൊല്ലം അവർ സംസം വെള്ളത്തിൽ കുളിച്ചാലും ലോകത്തെ ഏറ്റവും വലിയ മാതൃകാപരമായ രാജ്യത്തെ രണ്ടാക്കാൻ വേണ്ടി മുസ്ലിം രാഷ്ട്രീയക്കാർ കൂട്ടുനിന്ന് കൊടുത്തു. ഗാന്ധിജി 1946 ഹർജൻ ജേണലിൽ എഴുതിയ ലേഖനാണിത്. അത് ഇസ്ലാമിക ദൃഷ്ട്യാ പാപമാണ്. കാരണം ഇസ്ലാം മനുഷ്യരാശിയുടെ ഐക്യത്തിനും സാഹോദര്യത്തിനും വേണ്ടി നിലനിൽക്കുന്ന ഒരു മതമാണ്, അല്ലാതെ മനുഷ്യരെ മുറിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തപ്പെടേണ്ട ഒരു മതം അല്ല. ഞാൻ ഉറച്ചു വിശ്വസിക്കാൻ സത്യമതം ഇസ്ലാമിനെ പഠിച്ചിട്ടുണ്ട്. ഈ മുസ്ലിങ്ങൾ എന്ന് പറയുന്ന നമ്മൾ ഗാന്ധിജി ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ ഇസ്ലാമിനെ മനസ്സിലാക്കിയില്ല, മുസ്ലിം രാഷ്ട്രീയക്കാർ മനസ്സിലാക്കിയില്ല. പിന്നെ സുഖജീവിതം ജിന്നാക്ക് പ്രസിഡന്റ് ആവണമെങ്കിൽ ഇന്ത്യൻ പ്രസിഡന്റ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞ ആളാണ് ഗാന്ധിജി. ജിന്നക്ക് പ്രസിഡന്റ് ആകണമെങ്കിൽ എന്തിനാണ് വേറെ രാഷ്ട്രം ഉണ്ടാക്കുന്നത്? അദ്ദേഹം വലിയൊരു ബാരിസ്റ്ററല്ലേ, വലിയൊരു മഹാനായ പണ്ഡിതനല്ലേ? അദ്ദേഹത്തെ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രസിഡന്റ് ആക്കാലോ. ആര് പറഞ്ഞു? ഗാന്ധിജി പറഞ്ഞു. എന്തിനാണ് വെട്ടിമുറിക്കുന്നത്? എന്നോട് പ്രശ്നം തീരൂല, ഒരിക്കലും പ്രശ്നം തീരൂല. അതൊരു കുരുത്തക്കെടുവാണ്. ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു കുരുത്തക്കെടാണ് ഇന്ത്യ പാക് വിഭജനം. അതിൽ എത്ര ലക്ഷം മനുഷ്യരാണ് മരിച്ചത് എന്നത് കയ്യോ കണക്കുകയില്ല വിഭജന കാലത്ത്. എന്നിട്ട് ഈ മനുഷ്യൻ വിഭജനം നടക്കുമ്പോൾ 1947 നെഹ്റു അടക്കം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ ആ മനുഷ്യൻ്റെ തല അവിടെ കാണാനില്ല. വിഭജനത്തോടനുബന്ധിച്ച് ഹിന്ദു മുസ്ലിം കലാപുണ്ടായി. എവിടെ? കൽക്കട്ടയിൽ. അങ്ങോട്ട് ഓടി. എന്നിട്ട് പട്ടിണി നടക്കുക. അവിടെ കേക്ക് മുറിക്കുക. എവിടെ? ഡൽഹിയിൽ കേക്ക് മുറിക്കുക. ഡൽഹിയിൽ കേക്ക് മുറിക്കാണ് നെഹ്റു അടക്കമുള്ള ആളുകൾ, രാജ്യത്തിൻ്റെ പരമോന്നത നേതാക്കന്മാർ കേക്ക് മുറിക്കുമ്പോൾ ആ കേക്ക് മുറിക്കുവാനോ കേക്ക് തിന്നാനോ ആരെ കിട്ടിയില്ല? ഗാന്ധിജില്ല. എന്തുകൊണ്ട്? ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലടിക്കുന്നത് ആ മനുഷ്യൻ സഹിക്കാൻ. ഇങ്ങനൊരു മനുഷ്യനാണ്
ഞാനതാണ് ഗാന്ധിജി. നിങ്ങളൊന്ന് വിശാലമായി ചിന്തിക്കുക. അതൊരു പടച്ചോൻ്റെ ഇല്ല അള്ളാന്നല്ലേ. പടച്ചോൻ ഉദ്ദേശിക്കാതെ ഒരു വ്യക്തിക്ക് ഉദ്ദേശിക്കാൻ കഴിയില്ലല്ലോ. ഒരാൾ നന്മയാണെങ്കിൽ ആരും ഉദ്ദേശിക്കണം? അള്ളാഹ് ഉദ്ദേശിക്കണ്ടേ? ഇതൊക്കെയുള്ള നന്മ എന്താ? ആ മനുഷ്യൻ്റെ കാര്യത്തെക്കുറിച്ച് നിങ്ങൾ തർക്കിക്കുകയെ നിങ്ങൾക്ക് എന്താ പറ്റിയത്? ഗാന്ധിജി പരലോകത്തിൽ ആരാന്ന് പറയും? ഈ ആരാ ഗാന്ധിജിയുടെ രോമത്തിനുണ്ടോ ഈ? അത് പഠിച്ചോൻ്റെ ഒരു ദാനല്ലേ? ഒരു മനുഷ്യൻ അങ്ങനെ ചെയ്യുന്ന ഒരു മനുഷ്യന് പഠിച്ചതും പോരാ, ദാനല്ലേ? എന്തൊക്കെയാ മനുഷ്യൻ ചെയ്യും? എന്തൊക്കെയാ ചെയ്തത്? നമുക്ക് വിശ്വസിക്കാനേ കഴിയില്ല ഈ മനുഷ്യന്റെ ജീവിതം. എന്തൊക്കെയാ എഴുതി കൂട്ടി? അതൊക്കെ റെക്കോർഡ്സ് അല്ലേ? നിഷേധിക്കാൻ കഴിയുമോ? ഇസ്ലാമിക വിരുദ്ധമായ ആശയമാണ് എന്ത്? മതത്തിന്റെ പേരിൽ രാജ്യത്തെ വിഭജിക്കൽ ഇസ്ലാമിക വിരുദ്ധമായ ആശയമാണ്. ഞാൻ മനസ്സിലാക്കി ഇസ്ലാം ലോകത്തെ ഐക്യത്തിന് സാഹോദര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണ് 14-13 നൂറ്റാണ്ടുകളായി കാലമായി. അതിനെതിരെ പറയുന്ന ഏതൊരു മുസ്ലിമും ഇന്ത്യയുടെയും ശത്രുവാണ്, ഇസ്ലാമിന്റെ ശത്രുവാണ്. 1946 എഴുതി. സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ പോയില്ല. ഡൽഹി രാജ്യം മുഴുവൻ സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോൾ ഗാന്ധിജി അവിടെ ഇല്ല. വർഗീയ കലാപത്തിൽ അരിഞ്ഞ ബംഗാളിലായിരുന്നു അദ്ദേഹം. 1946-47 കാലഘട്ടങ്ങളിൽ ഭയങ്കര പ്രശ്നമാണ് അവിടെ ബംഗാളിൽ. ലഹള ഹിന്ദു മുസ്ലിമും തമ്മിൽ വീടിന് തീ വെക്കുക, വെടിവെക്കുക, കൊല്ലുക. ലക്ഷക്കണക്കിന് ആളുകൾ ആ സന്ദർഭത്തിൽ മരിച്ചു. ലക്ഷക്കണക്കായ ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. എവിടെയാണ് അവർ? എന്തായി അവർ? എവിടെയാണ് അറിയാതെയായി? എവിടെയാണ് മരിച്ചോ ജീവിച്ചോ പുഴയിലേക്ക് എറിഞ്ഞോ അറിയൂല. അങ്ങനത്തെ പ്രതിസന്ധിയുള്ള കാലത്ത് കൽക്കട്ടയിൽ ചെന്നിറങ്ങിയപ്പോൾ തെരുവ് ശൂന്യം. അതായത് ഒളിച്ചിരിക്കുക മനുഷ്യന്മാർ, ഒളിച്ചിരിക്കുക. ഹിന്ദുവിൻ്റെ വീട്ടിൽ, മുസ്ലിമിൻ്റെ വീട്ടിൽ ഒളിച്ചിരിക്കുക മനുഷ്യന്മാർ. ആ സമയത്ത് പുറത്തിറങ്ങി നടന്നു. അന്നൊരാൾ പുറത്തിറങ്ങി നടക്കുമോ? എന്തൊക്കെയാ ചെയ്തത്? എന്നിട്ട് ഈ മനുഷ്യൻ എന്താ ചെയ്തെന്നറിയോ? ഈ മനുഷ്യൻ ഒരു യോഗം വിളിക്കാൻ, കൽക്കട്ടയിൽ യോഗം വിളിക്കാൻ, ഹിന്ദു മുസ്ലിം പരസ്പരം യോജിപ്പിക്കാൻ യോഗം വിളിക്കാൻ ആളെ കിട്ടിയില്ല. അവസാനം എന്ത് ചെയ്തു? രണ്ട് കുട്ടികളെ കിട്ടിയപ്പോൾ കൈകൊട്ടി വിളിച്ചു. എന്നിട്ട് അവരെ കളിപ്പിച്ചു. അപ്പോൾ വേറെയും കുട്ടികൾ വന്നു, ഹിന്ദുക്കളെ കുട്ടികളും മുസ്ലിം കുട്ടികൾ. അപ്പോൾ ഗാന്ധിജി എന്ത് ചെയ്തു എന്നറിയോ? ഒരു പന്ത് കൊണ്ടുവന്നിരുന്നു. ആ പന്ത് കുട്ടിയെ കൊടുത്തു. കുട്ടികളോട് പന്ത് കളിക്കാൻ പറഞ്ഞു. ഹിന്ദു കുട്ടികളും മുസ്ലിം കുട്ടികളും പന്ത് കളിക്കുമ്പോൾ അവരെ കൂടെ കളിച്ചു ആര്? ഗാന്ധിജി. അപ്പോൾ വീട്ടിൽ രഹസ്യമായ വാതിലൂടെയും വിൻഡോസിലൂടെയും ജനങ്ങൾ നോക്കി. ഹിന്ദുക്കളും മുസ്ലിങ്ങളുമായ കുട്ടികൾ ഗാന്ധിജിയോട് കൂടെ പന്ത് കളിക്കുമ്പോൾ കുട്ടികൾക്ക് തമ്മിൽ എതിരില്ലെങ്കിൽ പിന്നെ നമ്മളെൻ്റെ എതിരായിരിക്കും എന്തിനാന്ന് വിചാരിച്ച് അവരെന്ത് ചെയ്തു? പുറത്തേക്ക് വന്നു. അങ്ങനെയാണ് ഡൽഹിയിൽ, കൽക്കത്തയിൽ പരസ്പരമുള്ള ഹിന്ദു മുസ്ലിം ചർച്ചകൾ നടക്കുന്നത്. ഇതിനു വേണ്ടി ഗാന്ധിജി ഉപയോഗിച്ചൊരു പന്താണ്. ഇതൊക്കെ എൻ്റെ സ്കൂൾ ജീവിതകാലത്ത് ഞാൻ പഠിച്ചിട്ടുണ്ട്. ഒരു പന്ത് കൊടുത്തു, ആ പന്ത് കളിപ്പിച്ചു. അപ്പോൾ പന്ത് കളിപ്പിച്ച പന്ത് കണ്ടാൽ പിന്നെ ഹിന്ദു മുസ്ലിം എന്നല്ല. പന്ത് കണ്ടാൽ സ്വാഭാവികമായിട്ടും എന്താവും? ഹിന്ദു പന്ത് മുസ്ലിം പന്ത് തരാൻ പന്തില്ലല്ലോ. ആളുകൾ ഇറങ്ങിയില്ലേ? കുട്ടികൾ ഇറങ്ങി വന്നു. അങ്ങനെ കുട്ടികളെ കളിച്ചു. കുട്ടികളെ കളിച്ചപ്പോൾ അച്ഛന്മാരും ബാപ്പന്മാരും നോക്കി അവരും ഇറങ്ങി വന്നു. പിന്നെ സമാധാന യോഗങ്ങൾ ഉണ്ടാക്കി. എന്നിട്ടൊന്നും അവസാനിപ്പിച്ചില്ല. ചെറിയ ശമനമുണ്ടായി. പിന്നെയും ലഹള കത്തിപ്പടർന്നു. ആഗസ്റ്റ് 1947 ലഹള ബാധിത പ്രദേശങ്ങളിൽ പോകുകയായിരുന്നു. ഗാന്ധി കൽക്കത്തയിലെത്തി. അവിടുത്തെ മുസ്ലിം നേതാക്കൾ അഭ്യർത്ഥന മാനിച്ചു. നമുക്കാരി ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കിയും അദ്ദേഹം കൽക്കത്തയിൽ തുടരാൻ തീരുമാനിച്ചു. കൽക്കത്തയിലെ അത്ഭുതം, മിറാക്കിൾ ഓഫ് കൽക്കട്ട എന്നാണ് ഈ സംഭവം അറിയപ്പെടുന്നത്. ഈ സംഭവത്തെ ലോക ചരിത്രത്തിൽ മിറാക്കിൾ ഓഫ് കൽക്കട്ട എന്നറിയപ്പെടുന്നത്. എന്ത് കൽക്കട്ടയിലെ അത് എന്താ ഞാൻ പറഞ്ഞു? മൗണ്ട് ബാറ്റൻ 55,000 പട്ടാളക്കാരെ കൊണ്ട് പഞ്ചാബിലെ ലഹള നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. മൗണ്ട് ബാറ്റൻ പ്രഭുവിന്, ഇന്ത്യൻ്റെ ജനറലായ, മനസ്സിലായില്ല, വൈസ്രോയ് ജനറലായ മൗണ്ട് ബാറ്റൻ പ്രഭുവിന് 55,000 പട്ടാളത്തിനെ കൊണ്ട് പഞ്ചാബിലെ ലഹള നിയന്ത്രിക്കാൻ കഴിയാതെ വന്നപ്പോൾ ഈ അർദ്ധനഗ്നായ ഹാഫ് നൈക്കഡ് ഫക്കീർ എന്ന് വിൻസ്റ്റൺ ചർച്ചിൽ കളിയാക്കിയ ഈ സാധുവായ മനുഷ്യൻ കൽക്കട്ടയിലെത്തിയിട്ട് അവിടെ ലഹള എന്നേക്കും അവസാനിച്ചു. ഇതിനെ മിറാക്കിൾ ഓഫ് കൽക്കട്ട എന്ന പേരിൽ ചരിത്രത്തിൽ അറിയപ്പെടുന്ന സംഭവമാണ്. സ്വാതന്ത്ര്യ പ്രഖ്യാപന ദിവസം ഡൽഹിയിൽ ആഘോഷം പങ്കെടുക്കാതെ കൽക്കത്തയിൽ ലഹളബാധി ബലിയാക്കട്ടയിലേക്ക് എത്തി. അവിടെ മുസ്ലിം കുടുംബത്തിൻ്റെ പഴയ വീട്ടിലാണ് അദ്ദേഹം താമസിച്ചത്. സമാധാനം പുനഃസ്ഥാപിക്കാതെ കൽക്കത്ത വിട്ടുപോകില്ലെന്ന് ഗാന്ധിജി പ്രഖ്യാപിച്ചു. കുറച്ച് ദിവസം സമാധാനം ഉണ്ടെങ്കിൽ 1947 ഓഗസ്റ്റ് 31 വീണ്ടും ക്രൂരമായ ആക്രമണങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു.
നിരപരാധരായ മനുഷ്യർ കൊല്ലപ്പെടുന്ന കണ്ട ഗാന്ധിജി 1947 സെപ്റ്റംബർ 1 വൈകുന്നേരം മുതൽ ഒരു അന്ത്യശാസനം എന്നോണം നിരാഹാര സമരം പ്രഖ്യാപിച്ചു. ഇനി ഗുണ്ടകളും വർഗീയവാദികളും കയ്യിലുള്ള ആ അവസാനത്തെ ആയുധം എൻ്റെ കയ്യിൽ സമർപ്പിക്കുന്നത് വരെ ഒരു തുള്ളി വെള്ളം കുടിക്കില്ലായിരുന്നു. 1947 സെപ്റ്റംബർ 1 ഗാന്ധിജി, ഇതാണ് മിറാക്കിൾ, ഇത് മിറാക്കിളല്ലേ? ഇതെന്തിനാ ഈ മനുഷ്യൻ ചെയ്തത്? നിങ്ങൾ ഈ പറഞ്ഞ നെഹ്റുവിനെ അവിടെ കാണാനില്ലല്ലോ, നിങ്ങൾക്ക് പറഞ്ഞ ജിന്നയെ അവിടെ കാണാനില്ലല്ലോ, നിങ്ങൾ ആരാളെ അവിടെ കാണാനില്ലല്ലോ, ഈ മനുഷ്യനല്ലേ കാണാനുള്ളത്. ഈ മനുഷ്യനെ പോലെ വേറെ ആരാ? ഇത് സത്യമല്ലേ? സത്യം പറയാൻ നിങ്ങളെ ബാധ്യതയില്ലേ? അത് ആരായാലും എന്താ? അതായത് ലഹള ആഗസ്റ്റിൽ കുറച്ചാലും സമയം നിന്നു. പക്ഷെ പിന്നെയും അതിക്രൂരമായി പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ 1947 സെപ്റ്റംബർ 1 കൂടെ ഗാന്ധിജി വൈകുന്നേരം മുതൽ അന്ത്യശാസനം കൊടുത്തു ബംഗാളുകാർക്ക്. ഇനി ഒരു കലാപമുണ്ടായാൽ ഞാനിനി ഒരു തുള്ളി വെള്ളം കുടിക്കില്ല. ഇനി മുതൽ അവസാനത്തെ കലാപം അമർ ചെയ്യാതെ ഞാൻ തുള്ളി വെള്ളം കുടിക്കില്ല എന്ന് ഗാന്ധിജി പ്രഖ്യാപിച്ചു. അന്ന് ഇന്ത്യക്ക് പടച്ചതമ്പുരാൻ സമ്മാനമായി നൽകിയതാണ്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുമിച്ച് വിശ്വസിക്കുന്ന ആളാണ് ആര്? ഗാന്ധിജി. ഇന്ന് നമ്മളെപ്പോലെയല്ല. ഇന്ന് നമുക്ക് ഗാന്ധിജി അറിയില്ല, അന്നവർക്ക് ഗാന്ധിജിയെ അനുഭവിച്ചറിയും. അപ്പോൾ ഈ മനുഷ്യന് എന്തെങ്കിലും പറ്റിയാൽ അത് ലോകത്തേക്ക് തീരാ നഷ്ടമാണെന്ന് ഹിന്ദുക്കളും മനസ്സിലാക്കി, മുസ്ലിങ്ങൾ മനസ്സിലാക്കി. ആ മനുഷ്യൻ നിരാഹാരം കിടന്ന് തുള്ളി വെള്ളം ഞാൻ കുടിക്കില്ല എന്ന് പറഞ്ഞു. അതിൽ മാറ്റമുണ്ടായി. 77 വയസ്സുള്ള രാജ്യത്തെ പ്രിയപ്പെട്ട നേതാവിൻ്റെ ആരോഗ്യം നിരാഹാര കാരണം വേഗത്തിൽ ക്ഷയിക്കാൻ തുടങ്ങി. തങ്ങൾ കാരണം ഗാന്ധിജി മരണപ്പെടും എന്ന് ജനങ്ങൾ മനസ്സിലാക്കി. അത് കൽക്കത്തയിലെ തെരുവുകളിൽ വലിയ മാറ്റം ഉണ്ടാക്കി. ലഹളക്ക് നേതൃത്വം നൽകിയിരുന്ന ഗുണ്ടകളും അക്രമികളും ഗാന്ധിജിയുടെ കട്ടിലിനരികിലെത്തി. അതായത് നിരാഹാര പന്തൽ നിരാഹാരം കിടക്കുക. അപ്പോൾ എല്ലാവരും ഗുണ്ടകൾ, വർഗീയവാദികൾ, ഹിന്ദുക്കൾ, മുസ്ലിങ്ങൾ എല്ലാവരും ഒന്നിച്ചു വന്നിട്ട് എന്ത് ചെയ്തു? ഓരോരുത്തരും വന്നു. എന്ത് ചെയ്തു? അവർ കയ്യിലുള്ള ആയുധങ്ങൾ, തോക്ക്, കുന്തം, വാള്, ശൂലം, ത്രിശൂലം, എല്ലാ സാധനവും കൊണ്ടേ കൂട്ടി എന്തിൻ്റെ മുന്നിൽ? ഗാന്ധിജിയുടെ നിരാഹാര പന്തൽ കൂട്ടി. മുട്ടുകുത്തി എന്ന് കരഞ്ഞു. ബാബുജി തുള്ളി വെള്ളം കുടിക്കണം, ഞങ്ങൾ ഇനി പരസ്പരം പോരടിക്കൂല. നിങ്ങൾ എന്താ മനസ്സിലാക്കാട്ടെ? ഈ മനുഷ്യനെ മനസ്സിലാക്കാണ്ടൊരു ബാധ്യത നമുക്കില്ലേ? ഇത് പഠിച്ചോണ്ട് ദാനല്ലേ? ഈ മനുഷ്യനൊരു അത്ഭുതമല്ലേ? ഇനി ഒരൊറ്റ മനുഷ്യനെയും ഉപദ്രവിക്കില്ലെന്ന് ഒരു കണ്ണീരോടെ ഗാന്ധിജിക്ക് വാക്ക് നൽകി. അതോടുകൂടെ ഹിന്ദുക്കളും മുസ്ലിമീങ്ങളും ഒന്നിച്ച് കൈകോർത്ത് പിടിച്ച് കൽക്കത്ത തെരുവിലൂടെ റാലികൾ നടത്തി. ഇനി ഞങ്ങൾ തമ്മിൽ ഭിന്നിക്കൂല, പോരടിക്കൂല എന്ന് ഉറപ്പ് നൽകി ഗാന്ധിജിക്ക്. അപ്പോഴാണ് ഗാന്ധിജി എന്ത് ചെയ്തത്? കൈകോർത്ത് പിടിച്ച് ഹിന്ദുക്കളും മുസ്ലിമീങ്ങളും റാലി നടത്തുന്നത് കണ്ടപ്പോൾ മാത്രമാണ് എന്ത് ചെയ്തത്? ഒരു തുള്ളി നാരങ്ങ നീര് കുടിച്ചത്. സെപ്റ്റംബർ 4 രാത്രി കൽക്കത്തയിൽ പൂർണ്ണ സമാധാനം ഉറപ്പായതോടെ നേതാക്കളെല്ലാം നൽകിയ ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം കുടിച്ച് നിരാഹാരം അവസാനിപ്പിച്ചു. 1 തുടങ്ങിയതാണ്, 4 അപ്പോഴത്തെ മരിക്കുന്നായി. കാരണം 77 വയസ്സും എല്ലാം തോലായ മനുഷ്യൻ, ആകെ എല്ലാം തോല. അതിനെക്കുറിച്ച് വൺ മാൻ ബൗണ്ടറി ഫോഴ്സ് ഇത് എന്താ പറയുക? ഈ വൺ മാൻ ബൗണ്ടറി ഫോഴ്സ് എന്നത് ഇയാളുടെ വാക്കാണ്, മൗണ്ട് ബാറ്റൻ്റെ. അതായത് അതിർത്തി രക്ഷാസേന. വൺ മാൻ ബൗണ്ടറി ഫോഴ്സ്, അതായത് 55,000 വ്യക്തികൾക്ക് നടക്കാത്ത കാര്യം ഒരാൾക്ക് കഴിഞ്ഞു എന്ന് ഇതേക്കുറിച്ച് പിന്നീട് മൗണ്ട് ബാറ്റൻ പറഞ്ഞു. ആ സന്ദർഭത്തിൽ ഒരു അത്ഭുതകരമായ സംഭവം. നിങ്ങൾക്ക് ഈ മനുഷ്യനെ മനസ്സിലാക്കാൻ ഒരു സംഭവം ഞാൻ പറയാം. ഒരാൾ ഈ സമയത്ത് ഗാന്ധിജിയുടെ അടുത്ത് വന്നു. ഗാന്ധിജിയോട് ഈ മനുഷ്യൻ വന്നിട്ട് കരഞ്ഞോട് പറഞ്ഞു, ബാപ്പു നിങ്ങൾ എന്തെങ്കിലും ആയിട്ട് നിരാഹാരം അവസാനിക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിപ്പോയാൽ എനിക്ക് മരണം വരെ ഖേദമായിരിക്കും, ഞാൻ അങ്ങനത്തെ അക്രമം ചെയ്തു വരികയാണ് എന്നൊരു ഹിന്ദുവായ ഒരു അക്രമി വന്നിട്ട് പറയാണ്. ആരോട്? ഗാന്ധിജി. അപ്പോൾ ഗാന്ധിജി അയാളോട് ചോദിച്ചു, നീ ഇങ്ങനെ ഞാൻ പറയാൻ കാരണം എന്താണ്? എന്തുകൊണ്ടാണ് ഞാൻ ഈ സമരപ്പന്തലിൽ വെച്ച് മരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം എൻ്റെ തലയിലും കൂടി വരും. അതുകൊണ്ട് ഒരു തുള്ളി വെള്ളം കഴിച്ചോ ഒരു റൊട്ടി കഷ്ണം കഴിച്ചെങ്കിൽ നിങ്ങൾ ഈ സമരം അവസാനിപ്പിക്കൂ അപ്പൂ. എനിക്കത് കണ്ടിരിക്കാൻ കഴിയില്ല, കാരണം അതിന് മാത്രം വലിയ അക്രമം ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് കൂടി എതിരായിട്ടാണല്ലോ നിങ്ങളിത് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളൊരു തുള്ളി വെള്ളം കുടിക്കുക, ഒരു കഷ്ണം റൊട്ടി കഴിക്കുക ചെയ്ത് നിരാഹാരം അവസാനിപ്പിക്കണം. എനിക്കത് കണ്ടിരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ഹിന്ദുവായ അക്രമിയായ യുവാവ് വന്ന് ഗാന്ധിജിയോട് പറഞ്ഞു. അപ്പോൾ ഗാന്ധിജി സമരം അവസാനിപ്പിച്ചില്ല, നിരാഹാരം അവസാനിപ്പിച്ചു. അയാളോട് ചോദിച്ചു, എന്താ ചെയ്തത്? അപ്പോൾ അയാൾ പറഞ്ഞു, മുസ്ലിങ്ങൾ എൻ്റെ ചെറിയ മകനെ കൊന്നു,
ആ ദേഷ്യത്തിൽ ഞാനൊരു മുസ്ലിം കുടുംബത്തിന് മുഴുവനും തലവെട്ടി. എൻ്റെ ചെറിയ മകനെ ഒരു മുസ്ലിം കുടുംബം കൊന്നു. അത് കാരണം ഞാനൊരു മുസ്ലിം കുടുംബത്തെ ഒന്നിച്ച് തലവെട്ടിയിട്ട് അവരെ ഞാൻ തകർത്തു. അതുകൊണ്ട് ഞാൻ കൊടും പാപിയാണ്. എനിക്ക് പ്രായശ്ചിത്തം, ഇനി ഒരിക്കലും എനിക്ക് ജീവിതത്തിൽ സമാധാനം ഉണ്ടാവില്ല എന്ന്. അപ്പോൾ ഗാന്ധിജി അയാളോട് പറഞ്ഞു, നിനക്കൊരു പ്രായശ്ചിത്തമുണ്ട്, നിനക്ക് പരിഹാരമുണ്ട്. നിനക്ക് ഈ നരകത്തെ കാത്തിരിക്കുന്ന നിനക്ക് ഞാൻ നരകത്തിലേക്ക്, എൻ്റെ ജീവിതം, എൻ്റെ ആത്മാവ് നരകത്തിലേക്കായിരിക്കും, എനിക്ക് രക്ഷപ്പെടാൻ കഴിയൂല എന്ന് പറഞ്ഞ് ഈ മനുഷ്യൻ പൊട്ടി കരയാൻ ഗാന്ധിജിയുടെ മുന്നിൽ. അപ്പോൾ ഗാന്ധിജി പറഞ്ഞു, ഇതിനൊരു പരിഹാരമുണ്ട്, ഒരു പ്രായശ്ചിത്തമുണ്ട്, നീ ചെയ്യുമെന്ന് ചോദിച്ചു. അത് ചെയ്യുന്നത്. അപ്പോൾ ഗാന്ധിജി പറഞ്ഞു, നീ ഒരു കുടുംബം മുഴുവൻ നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ അനാഥനായ ഒരു മുസ്ലിം കുട്ടിയെ കണ്ടെത്തുക. കലാപത്തിൽ കുടുംബം മുഴുവനും കൊല ചെയ്യപ്പെട്ടതിൻ്റെ കാരണത്താൽ ഒരു ഓർഫൻ ഉണ്ടാവും, ഒരു അനാഥ കുട്ടി ഉണ്ടാവും, ഒരു മുസ്ലിം കുടുംബത്തിലെ അനാഥ കുട്ടി. ആ കുടുംബത്തിലെ മുഴുവൻ ബാക്കിയുള്ള ആളുകളെ മുഴുവൻ കൊല ചെയ്യപ്പെട്ട കാരണത്താൽ സ്വന്തം അനാഥനായി പോയ ഒരു കുട്ടി ഉണ്ടാവുമല്ലോ, ആ കുട്ടിയെ നീ കണ്ടെടുക്കുക. എന്നിട്ട് ആ കുട്ടിയെ നീ ഏറ്റെടുക്കുക. എന്നിട്ട് നീ എന്ത് ചെയ്യണമെന്നറിയോ? നിനക്ക് ഈ നരകയാതനയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു പോംവഴി ഞാൻ പറഞ്ഞുതരാം. നീ നേരെ പോയി കലാപത്തിൽ മാതാപിതാക്കളും സർവ്വവും നഷ്ടപ്പെട്ട ഒരു മുസ്ലിം അനാഥ കുട്ടിയെ കണ്ടെത്തണം. അവനെ നിന്റെ സ്വന്തം മകനായി നീ ദത്തെടുത്ത് വളർത്തണം. പക്ഷെ ഒരു നിബന്ധനയുണ്ട്, അവനെ നീ മതബോധമുള്ള ഒരു മുസ്ലിം യുവാവായി വളർത്തണം. അവൻ 5 വക്തും സർവേശ്വരനായ അള്ളാഹുവിൻ്റെ മുന്നിൽ കുമ്പിട്ട് നിസ്കരിക്കണം. അവനെ നീ ഹിന്ദു ആക്കരുത്, മുസ്ലിമാക്കി വളർത്തണം. പകരം നല്ല മുസ്ലിമായി വേണം വളർത്താൻ. അവൻ അള്ളാഹുവിനെ 5 നേരം വണങ്ങി നല്ല മുസ്ലിമായി ജീവിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രം ദൈവം നിന്റെ ഈ പാപത്തിന് പരിഹാരം തന്നേക്കും. അതല്ലാത്തൊരു പരിഹാരം എനിക്ക് പറയാനില്ല. അയാൾ സമ്മതിച്ചു, അയാൾ അങ്ങനെ ചെയ്തു. ഈ മനുഷ്യനെ എന്താ പറയുക? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ഈ മനുഷ്യനെ ഈ മനുഷ്യന് എന്ത് വ്യാഖ്യാനത്തിലാണ് ഈ മനുഷ്യൻ കൂടുന്നത്? അങ്ങനെ എത്ര സംഭവങ്ങൾ. ഒരാൾ കൽക്കട്ടയിൽ ഇരിക്കുമ്പോൾ ഒരു മുസ്ലിമായ ആൾ വന്നിട്ട് ഗാന്ധിജിയെ കൊല്ലാൻ നോക്കി. ഈ സന്ദർഭത്തിൽ ഗാന്ധിജിയെ ഇടിച്ചിട്ട് തള്ളിയിടാൻ വേണ്ടി വരുമ്പോൾ ആ വീഴ്ചയിൽ ഇസ്ലാം ഗാന്ധിജി ഖുർആനിൻ്റെ ഒരു സൂറത്തോടി. അപ്പോൾ അയാൾ സ്തബ്ധനായി പോയി. കാരണം ഒരു ഹിന്ദു വർഗീയവാദിയാണ് ഗാന്ധിജി എന്നാണ് ആര് മനസ്സിലാക്കിയത്? വർഗീയവാദി 2 കൂട്ടത്തിലുണ്ടാവുമല്ലോ. ഒരു മുസ്ലിം വർഗീയവാദി ഇത് ഹിന്ദു വർഗീയവാദിയാണ് ഗാന്ധിജി എന്ന് മനസ്സിലാക്കിയിട്ട് ഗാന്ധിജിയെ കൊല്ലാൻ വന്നു. ചരിത്രത്തിൽ കാണുന്നൊരു സംഭവമാണ്. ആ സമയത്ത് ഗാന്ധിജി ഖുർആനിലെ ഒരു സൂറത്തോടി, പരിശുദ്ധമായ മനോഹരമായ അറബിയിൽ ഒരു സൂറത്ത് ഓതുന്നത് ഈ സാധാരണക്കാരനായ മുസ്ലിം കേട്ടപ്പോൾ അയാൾ ആക്രമിക്കാൻ വന്ന അയാൾ സ്തബ്ധനായി പോയി. അയാൾ പിന്നെ ഗാന്ധിജിയുടെ അനുയായിയായ മുസ്ലിമായി മാറി. അതായത് മനസ്സിലാവേണ്ട പറഞ്ഞത്, അയാൾ തിരിച്ചു പോയപ്പോൾ എന്ത് ചെയ്തു? അയാൾ തിരിച്ചു പോയപ്പോൾ ഗാന്ധിജി അയാളോട് പറഞ്ഞു, ഒരു കാലത്തും നീ ഈ സംഭവം മറ്റൊരാളോട് പറയരുത്. എന്തുകൊണ്ടെന്നാൽ ഇത് പുറത്ത് പറഞ്ഞാൽ വീണ്ടും വർഗീയ കലാപം ഉണ്ടാവും. കാരണം ബോധമില്ലാത്ത മനുഷ്യന്മാർ അതിന് പേരിൽ പിന്നെയും പ്രശ്നം ഉണ്ടാക്കും. ഇങ്ങനെ എത്ര സംഭവങ്ങൾ, എത്രയോ സംഭവങ്ങൾ. ഗാന്ധിജി മരണപ്പെട്ട രാത്രി 1948 ജനുവരി 30 ഗാന്ധി കൊല്ലപ്പെട്ട രാത്രിയിൽ നെഹ്റു റേഡിയോയിലൂടെ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് നടന്ന ഒരു പ്രസംഗമുണ്ട്. ദി ലൈറ്റ് ഹാസ് ഗോൺ ഔട്ട് എന്നാണ് ഈ പ്രസംഗത്തിൻ്റെ പേര് തന്നെ. ദി ലൈറ്റ് ഹാസ് ഗോൺ ഔട്ട്. ആ പ്രസംഗത്തിൽ നെഹ്റു പറഞ്ഞു, അദ്ദേഹം ഒരു കാറ്റ് പോലെയാണ് വന്നത്, വായുവിനെ ശുദ്ധീകരിക്കാൻ വന്ന ശക്തമായ കൊടുങ്കാറ്റ്. അദ്ദേഹം സാധാരണ ജനങ്ങളുടെ ഭാഷയിലാണ് സംസാരിച്ചത്. അദ്ദേഹം ഇന്ത്യയുടെ ദരിദ്ര ലക്ഷ്യങ്ങളെ കോൺഗ്രസിലേക്കും സ്വതന്ത്ര സമരത്തിലേക്കും കൊണ്ടുവന്നു. ഇന്ത്യയുടെ യഥാർത്ഥ ആത്മാവ് എന്താണെന്ന് അദ്ദേഹം നമുക്ക് കാണിച്ചു. ആ പ്രസംഗത്തിന് പിൻകാലഘട്ടത്തിൽ ആ പ്രസംഗത്തിൻ്റെ പേര് തന്നെ അതാണ്, ദി ലൈറ്റ് ഹാസ് ഗോൺ ഔട്ട് എന്നാണ് ആ പ്രസംഗത്തിന്. അദ്ദേഹം ഒരു കാറ്റ് പോലെ വന്നു, വായുവിനെ ശുദ്ധീകരിക്കാൻ വേണ്ടി വന്ന കാറ്റായിരുന്നു അദ്ദേഹം. അങ്ങനെ തന്നെ തിരിച്ചുപോയി. ഇന്ത്യയുടെ യഥാർത്ഥ ആത്മാവ് എന്താണെന്ന് അദ്ദേഹത്തിലൂടെ ലോകത്ത് മനസ്സിലായി. അബുൽ കലാം 1948 ഫെബ്രുവരിയിൽ അബുൽ കലാം ആസാദ് അനുശോചന യോഗത്തിൽ പ്രസംഗിച്ചു. ഇന്ത്യയെ അതിൻ്റെ ഗ്രാമങ്ങളിലൂടെയും ദരിദ്രരിലൂടെയും കണ്ടറിഞ്ഞ ഒരേ ഒരു നേതാവ് ഗാന്ധിജിയാണ്. ഇന്ത്യയിലെ ഹിന്ദു മുസ്ലിം ഐക്യത്തിൻ്റെ ഏറ്റവും വലിയ കാവൽക്കാരൻ. ഇത് അബുൽ കലാം ആസാദിൻ്റെ വാക്കാണ്.
1948 ഫെബ്രുവരിയിലാണ് ഈ പ്രസംഗം നടത്തുന്നത്. മരണത്തിൻ്റെ ചില ദിവസങ്ങൾക്ക് ശേഷം 1948 ജനുവരി 30-നാണ് ഗാന്ധിജിയെ കൊലപ്പെടുത്തിയത് ഒരു വർഗീയവാദി. പിന്നെ ഫെബ്രുവരിയിൽ അനുശോചന സമ്മേളനത്തിൽ പ്രസംഗിച്ചു. ചരിത്രം എഴുതി വെച്ച വാക്കുകൾ എന്താണ് അദ്ദേഹം പറഞ്ഞത്? അബുൽ കലാം ആസാദ് ഇന്ത്യയെ അതിൻ്റെ ഗ്രാമങ്ങളിലൂടെയും ദരിദ്രയിലൂടെയും കണ്ടറിഞ്ഞ ഒരേ ഒരു നേതാവ് ഗാന്ധിജിയാണ്. ഇന്ത്യയിലെ ഹിന്ദു മുസ്ലിം ഐക്യത്തിൻ്റെ ഏറ്റവും വലിയ കാവൽക്കാരൻ അദ്ദേഹമായിരുന്നു. ഗാന്ധിജിയുടെ ചിന്തകളെ മാറ്റി നിർത്തിയാൽ ഇന്ത്യയുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാവും. ആ അപകടത്തിലാണ് ഇന്ത്യയുള്ളത്. മനസ്സിലായില്ല? ഗാന്ധിജിയുടെ ചിന്തകളെ മാറ്റി നിർത്തിയാൽ ഇന്ത്യയുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാവും. ആ നിലനിൽപ്പിൽ ആ അപകടത്തിലാണ് ഇപ്പോൾ എന്തുള്ളത്? പ്രസന്റ് ഇന്ത്യക്ക് എന്താ സംഭവിച്ചത്? വിഭവങ്ങൾ എമ്പാടും ഉണ്ട്, കഴിവെമ്പാടും. ലോകത്തെ രാജ്യങ്ങൾക്കൊക്കെ മാൻ പവർ വിൽക്കുന്ന രാജ്യമാണ് നമ്മൾ. അപ്പോൾ ലോകത്തെ ഏറ്റവും കൂടുതൽ വിദേശ നാണ്യം മാൻ പവർ കൊണ്ട് നേടുന്ന നാടേതാ? ഇന്ത്യ. പക്ഷെ ഈ രാജ്യത്തിൻ്റെ അതപ്പത്തിന് എത്ര വലുതാ? എന്താ പ്രശ്നം? ഒരാൾ വിശ്വാസമല്ല. ഒരാളെ കല്ലെടുത്ത് കൊല്ലാൻ നോക്കുകയാണ്. അധികാര കസേരയിരിക്കുന്നവർക്ക് വരെ വർഗീയതയാണ് അവരുടെ ഏറ്റവും വലിയ മുഖമുദ്ര. ആരെ മറന്നു? ഗാന്ധിജിയെ മറന്നു. അവസാനം അബുൽ കലാം ആസാദ് പറഞ്ഞ വാക്കാണ്, ഗാന്ധിജിയുടെ ചിന്തകളെ മാറ്റി നിർത്തിയാൽ ഇന്ത്യയുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകും. ഖാൻ അബ്ദുൽ ഗഫർ ഖാൻ പറഞ്ഞത്, ഗാന്ധിജിയുടെ അഹിംസ എന്നത് ദുർബലരുടെ ആയുധമല്ല, അത് ധീരന്മാരുടെ ആയുധമാണ്. ഇന്ത്യ പോലൊരു ബഹുസ്വര രാജ്യത്തെ തകർച്ചയിൽ രക്ഷിക്കാനും ഒന്നിപ്പിച്ചു നിർത്താനും ഗാന്ധിജി കാണിച്ചെന്ന സ്നേഹത്തിൻ്റെയും സഹിഷ്ണുതയുടെയും പാതയ്ക്ക് മാത്രമേ സാധിക്കൂ. രവീന്ദ്രനാഥ ടാഗോർ ഗാന്ധിജിയെക്കുറിച്ച് പറഞ്ഞത്, മഹാത്മാഗാന്ധി ഇന്ത്യയിൽ ലക്ഷക്കണക്കിന് ദരിദ്രരുടെ വീട്ടുപടിക്കൽ ചെന്ന് അവരെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി. അവിടെയാണ് ഇന്ത്യയുടെ യഥാർത്ഥ ഒരുമ പിറന്നത്. അദ്ദേഹത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഭാഷയിലൂടെയല്ലാതെ ഇന്ത്യ എന്ന മഹാത്ഭുതം ആർക്കും പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയില്ല. അത് ഇപ്പം കഴിയുന്നുമില്ല. ഗാന്ധിജിയുടെ സ്നേഹത്തിൻ്റെ ഭാഷയിലൂടെ വ്യാഖ്യാനിക്കുമ്പോൾ മാത്രമേ യഥാർത്ഥ ഇന്ത്യ പുറത്തു വരൂ. അത് കൊണ്ടുവരുന്ന കാര്യത്തിൽ ഇന്ന് നമ്മുടെ ഭരണാധികാരികൾ പരാജയപ്പെട്ടു. ആ പരാജയം ഇന്ന് പേറുന്നത് ആ പരാജയമാണ്. രക്ഷപ്പെടാൻ കഴിയില്ല. ഭാരതത്തിന് രക്ഷപ്പെടാൻ കഴിയില്ല. ഭാരതം രക്ഷപ്പെടണമെങ്കിൽ ഗാന്ധിജിയിലേക്ക് തിരിച്ചു പോകണം. ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല. നിങ്ങൾക്ക് വിഭവം ഉണ്ടായിട്ട് എന്താ കാര്യം? കുറേ എന്ത് വിഭവം ഉണ്ടായിട്ടാ എന്താ കാര്യം? അന്ന് തുണിയില്ല, പക്ഷെ മനസ്സ് നന്നാക്കാൻ ഒരാളുണ്ട്. നമുക്ക് വിട്ടുപോയ മനസ്സുകളെ തുന്നിച്ചേർക്കാൻ പറ്റിയ ഒരാൾ നമ്മളെ കൂടെ ഉണ്ട്. അങ്ങനെ ഒരാൾ ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. അതാ പ്രശ്നം. ഒരു നീതിമാനായ മനുഷ്യൻ ഒരു കാര്യം പോയി പറയാൻ ഒരു നീതിമാനുണ്ട്. നീതി ആഗ്രഹിക്കുന്ന മനുഷ്യൻ പറഞ്ഞില്ലേ, നിയമം ലംഘിച്ചു ഞാൻ എന്തിൻ്റെ കൂടെ നിൽക്കും? നിയമം ലംഘിച്ചും ഞാൻ നീതിയുടെ കൂടെ നിൽക്കുമെന്ന് പറയാൻ ഒരു മനുഷ്യൻ വേണ്ടേ? ചിന്തിക്കും. ജാമ്യ മില്ലിയ എങ്ങനെയാണ് പണം കണ്ടെത്തുക എന്ന് മുസ്ലിം നേതാക്കന്മാർ വന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ പിച്ചച്ചട്ടി എടുത്തെങ്കിലും ഡൽഹി മുതൽ കന്യാകുമാരി വരെ തെണ്ടു, എന്നിട്ടും ഈ സ്ഥാപനം ഞാൻ നിലനിർത്തും. മുസ്ലിങ്ങൾക്കൊരു സ്ഥാപനം യൂണിവേഴ്സിറ്റി ഉണ്ടാക്കി കൊടുത്തിട്ട് ആ യൂണിവേഴ്സിറ്റി എങ്ങനെ നിലനിർത്തുമെന്ന് മുസ്ലിം നേതാക്കന്മാർ ചോദിക്കുമ്പോൾ ഗാന്ധിജി പറഞ്ഞ മറുപടിയാണ് എന്ത്? അതിന് നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾ സ്ഥാപനം നടത്താൻ മതി. ഞാൻ ഡൽഹി മുതൽ കന്യാകുമാരി വരെ ചട്ടിയെടുത്തിട്ടുണ്ട്, ഇത് നിലനിർത്തും. അങ്ങനെ മനുഷ്യനാരാ? എന്നൊരു എഴുത്തുകാരൻ, പേൾ എസ്ബക്ക് എന്നൊരു എഴുത്തുകാരിയുണ്ട്. അവർ 1948 ജനുവരി 30 ഗാന്ധിജി അന്തരിച്ചപ്പോൾ ആ എഴുത്തുകാരി പേൾ എസ്ബക്ക് തൻ്റെ സന്ദേശത്തിൽ എഴുതിയത് അദ്ദേഹം ശരിയായിരുന്നു, മറ്റുള്ളവർ മുഴുവൻ തെറ്റായിരുന്നു എന്നാണ്. ഇന്ത്യയുടെ കോടിക്കണക്കിന് വരുന്ന ജനതയ്ക്ക് അദ്ദേഹം ഒരു നേതാവ് മാത്രമല്ലായിരുന്നു, അവരുടെ കാവൽ വിളക്കായിരുന്നു. തൻ്റെ ജനതയെ ഒന്നിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം സ്വന്തം ജീവൻ ബലി നൽകി. ഗാന്ധി അറിയുക എന്നാൽ ഇന്ത്യയുടെ ഹൃദയമിടിപ്പ് അറിയുക എന്നാണ് അർത്ഥം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇത് ഇവിടെ അവസാനിക്കുന്നില്ല. ഇൻഷാ അള്ളാഹ് ചരിത്രത്തിൻ്റെ ഈ പങ്ക്തിയിൽ വീണ്ടും ഞാൻ ഗാന്ധിജിയുടെ താല്പര്യങ്ങളെക്കുറിച്ച് പറയും. ഇതൊരു പരിചയപ്പെടുത്തൽ മാത്രമാണ്. അതായത് അങ്ങനെ ഒരാൾ നമ്മുടെ ചരിത്രത്തിൽ അടുത്ത കാലത്തൊന്നും ഇല്ല. ഞാൻ വീണ്ടും നിങ്ങളോട് പറയാം, കോമൺ ഹിസ്റ്ററിയിൽ കഴിഞ്ഞ 300 വർഷത്തിനുള്ളിൽ ഗാന്ധിജിയെപ്പോലെ ഒരാളെ നിങ്ങൾക്കറിയുമെങ്കിൽ എന്നോട് പറയും. ഞാൻ പഠിച്ചിട്ടില്ല. വിശാലമായ മനസ്സ്, എന്തിനേ ഉൾക്കൊള്ളുന്ന മനസ്സ്, വിശാലമായ മനസ്സ് എന്തിനും. അദ്ദേഹം എന്തു പറഞ്ഞു, അദ്ദേഹം അതാണ് ജീവിച്ച് കാണിച്ചത്. ആ നിയമത്തിനെതിരായപ്പോൾ അദ്ദേഹം സ്വന്തം ഭാര്യയെ പോലും വില വെച്ചില്ല. തൻ്റെ മക്കൾ തനിക്കെതിരാണ്. കാരണം അച്ഛൻ എല്ലാവിധ സുഖ സൗകര്യങ്ങൾക്കും എതിരായി മക്കൾക്ക്. അപ്പം മക്കൾ അച്ഛനെതിരാണ്. അച്ഛനെ മക്കൾ ചീത്ത വിളിച്ചു, അച്ഛനൊരു പ്രശ്നമില്ല. എന്തുകൊണ്ട്? തനിക്കൊരു നിലപാടുണ്ട്, ആ നിലപാടിന് പുറകോട്ട് പോവില്ല. അങ്ങനെ ഒരാളാരാ? ഞാനൊരു മുസ്ലിം കുടുംബത്തെ കൊന്നു, അതിന് പ്രായശ്ചിത്തം എന്താണെന്ന് ചോദിക്കുമ്പോൾ
നീ എല്ലാവരും നഷ്ടപ്പെട്ട ഒരു മുസ്ലിമിനെ കണ്ടെത്തി ആ മുസ്ലിമിനെ യഥാർത്ഥ മുസ്ലിമാക്കി വളർത്തുന്നതിന് പുറമെ ആ മുസ്ലിം എല്ലാ നിയമങ്ങളും ധർമ്മവും പാലിക്കുന്ന 5 വഖ്ത് ദൈവത്തിൻ്റെ മുന്നിൽ അള്ളാഹുവിൻ്റെ മുന്നിൽ കുമ്പിടുന്ന ഒരു മകനായി യഥാർത്ഥ മുസ്ലിമായ ഹിന്ദുവായ നീ വളർത്തുമ്പോൾ നരകത്തിൽ നിനക്ക് രക്ഷപ്പെടാൻ കഴിയും എന്ന് ഹിന്ദുവായ അക്രമിയോട് ഉപദേശിക്കുന്ന ഒരു മനുഷ്യൻ്റെ പേര് പറയുന്നു. വേറെ മനുഷ്യനെ ഒന്നിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഇസ്ലാം കഴിഞ്ഞ 13 ചില്ലാനും നൂറ്റാണ്ട് പ്രവർത്തിച്ചത്. മനുഷ്യനെ പരസ്പരം ഭിന്നിപ്പിക്കാനല്ല. അതുകൊണ്ട് പാകിസ്ഥാൻ എന്നത് പൂർണ്ണമായും ഇസ്ലാമിനെതിരാണെന്ന് പറയാൻ രണ്ടാമത്തെ നേതാവാര. എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഗാന്ധിജിയുടെ ചരിത്രം ഈ വാക്കുകൾ ഗാന്ധിജിയിലേക്കുള്ളൊരു വാതിൽ തുറക്കൽ മാത്രമാണ്. കഴിഞ്ഞ 300 കൊല്ലത്തിനിടയിൽ 300 ഞാൻ ചുരുക്കി പറഞ്ഞതാണ്, അതിനപ്പുറത്തേക്ക് ആലോചിച്ചാൽ പറയാം. കഴിഞ്ഞ 300 കൊല്ലത്തിൻ്റെ വേൾഡ് ഹിസ്റ്ററിയിൽ കോമൺ ഹിസ്റ്ററി പഠിച്ചു നോക്കുമ്പോൾ ഈ ഗാന്ധിജിയെപ്പോലെ വിശാല മനസ്കനും ലോകത്തിന് മുഴുവൻ മാതൃകയാക്കാൻ പറ്റിയ ഒരാളും ആയ വേറൊരാളെ എൻ്റെ നോട്ടത്തിൽ എൻ്റെ മുന്നിൽ കാണാനില്ല. ഈ പ്രസംഗം അഭിപ്രായങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുന്നു. ഇനി നിങ്ങൾക്ക് പറയാൻ പറ്റിയ ഒരാളുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറയും. നിങ്ങൾക്ക് പറയാൻ പറ്റിയ ഒരാളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് പറയാം. ഒരു ട്രെയിനിൽ നിന്ന് പുറത്താക്കിയതിൻ്റെ 100ാം വാർഷികത്തിൽ നെൽസൺ മണ്ടേല പ്രസംഗിച്ചത്, ഇന്ത്യക്കാർക്ക് മേൽ ഞങ്ങൾക്കൊരു അവകാശമുണ്ട്. നിങ്ങൾ ഞങ്ങൾക്ക് ഒരു മനുഷ്യനെ തന്നപ്പോൾ ഞങ്ങൾ നിങ്ങൾക്കൊരു മഹാനെ തിരിച്ചു തന്നു. മനസ്സിലായില്ല? നിങ്ങൾ മോഹൻദാസ് എന്നൊരു സാധാരണ മനുഷ്യനെ ഞങ്ങൾക്ക് തന്നു. എന്നാൽ 21 വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഇന്ത്യക്ക് 914 ആയപ്പോൾ നിങ്ങൾക്ക് ലോകത്തിന് വിളക്കായ മഹാന് തിരിച്ചു തന്നു. നെൽസൺ മണ്ടേല ഗാന്ധിജിയെ പുറത്താക്കിയ ആ സംഭവത്തിൻ്റെ 100ാം വാർഷത്തിൽ പ്ലാറ്റ്ഫോമിൽ പ്രസംഗിച്ച്. അതാണ് ഗാന്ധിജി.